നമ്മള് പെട്ടെന്ന് തന്നെ നമ്മള് കാട്ടിലേക്ക് എത്തിയിരിക്കാണ്. ഇവിടെ എന്തുണ്ട് നമ്മളെ നാട്ടില് ഇപ്പൊ ലേറ്റസ്റ്റ് മോഡലായത്. നമ്മള് സൂക്ക് വാക്കിഫിൽ പോയിട്ടുണ്ടെങ്കിൽ ഫനാർ പള്ളിയാണ് സൂക്ക് വാക്കിഫിലെ മെയിൻ സാധനം. അതിന്റെ ഇപ്പുറത്ത് തന്നെ വേറൊരു പള്ളിയും കൂടി ഉണ്ട്. സീൻ്റെ ഉള്ളിൽ പോയാൽ അങ്ങനെ ഉണ്ടാകുക എന്നുള്ള ഒരു സെറ്റപ്പാന്ന് തോന്നുന്നുണ്ട്. നമ്മളൊരു ഏതോ ഒരു മായാ ലോകത്തെത്തിയല്ലേ ഗൈസ്. ഇതൊക്കെ എന്താണെന്നൊരു പിടുത്തമില്ല. എന്തായാലും എന്താന്ന് വെച്ചാല് കടൽ പശുവിന്റെ ഒരു സ്കെൽട്ടൺ ആണ്. വിരലുണ്ട് അവിടെ, വിരലും വിലക്ക് മറ്റേ തോക്ക് പോലത്തെ മറ്റേ വാളൊക്കെ ഉണ്ട് അല്ലേ. നമ്മളെ വെള്ളമൊക്കെ കൊണ്ടുവരും. നമ്മളെ നബീന്റെ കഥയൊക്കെ പറയുമ്പോൾ അപ്പോൾ ഭയങ്കര കാണാൻ ഭയങ്കര കളർഫുൾ ആണ്. അപ്പോൾ ഭയങ്കര യൂസ്ഫുൾ ആണ്. അപ്പോൾ മക്കളെ, നമ്മളിപ്പോ ഖത്തർ നാഷണൽ മ്യൂസിയം കാണാൻ വേണ്ടി വന്നതാണ്. ഞാൻ കുറേ ദിവസമായി വിചാരിക്കുന്നത് കാണാൻ പോകണം എന്നുള്ളത്. അപ്പോൾ ഇന്നാണ് നമുക്കിപ്പോൾ അതിന് സമയം കിട്ടിയത്. അതിൻ്റെ പ്രൊസീജിയറൊക്കെ എന്തൊക്കെയാണെന്ന് അറിയില്ല, നമുക്ക് പോയി നോക്കാം. അപ്പോൾ ഫസ്റ്റ് ഇതിൻ്റെ മുന്നിലാണ് ഞാൻ നിൽക്കുന്നത്. ഈ കാണുന്നതാണ് മ്യൂസിയം. ഓക്കെ, അപ്പോൾ നമ്മളിങ്ങനെ പോവാണ് മ്യൂസിയത്തിലേക്ക്. ഇതാണ് എൻ്റെ ഒരു ഫസ്റ്റ് പ്രൊഫൈൽ. മുന്നിൽ തന്നെ കാണുന്നത് എങ്ങനെയാണ്. രസമുണ്ട്. ഇത് ഭയങ്കര ആർക്കിടെക്ചറൽ റിച്ച് ആണെന്ന് തോന്നുന്നു അല്ലേ. വാസ്തുശില്പിയിൽ റിച്ചാണ്. ആരാണ് ഇന്ത്യൻ എഞ്ചിനീയർ ഒന്നും നമുക്കറിയില്ല. അതിനെപ്പറ്റി പഠിക്കണം. നല്ല രസമുണ്ട് കാണാൻ. എന്തായാലും ഇതാണ് കേട്ടോ ഫസ്റ്റ് നമ്മൾ മുന്നിൽ നിന്ന് കാണുന്ന ഒരു വ്യൂ. ഇതാണ് നല്ല ഭംഗിയുണ്ട്. കാണുമ്പോൾ തന്നെ നമുക്ക് ആകർഷകമായ ഒരു സെറ്റപ്പാണ്. നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പരിപാടിയാണിത്. ദ കൺട്രി സൈഡ് അരീഫ് എന്നാണ് അറബിയിൽ. എന്തൊക്കെയോ പരിപാടി ഉണ്ട്, എന്തെല്ലാന്നുള്ള നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കണം. ഇതാണ് ഇതിൻ്റെ എൻട്രൻസ് തോന്നുന്നത്. നമുക്ക് ഇങ്ങോട്ട് കയറി വെക്കാം. ആ ഉള്ളിൽ കയറുമ്പോൾ തന്നെ നല്ല രസമുണ്ട് കേട്ടോ. ഒരു വ്യൂ പൊളി. ഇവിടെ എന്തൊരു സാധനം കാണുന്നുണ്ട്. എന്താന്ന് നോക്കി വെക്കണം. എന്താന്ന് മനസ്സിലായില്ല. ഇത് ഫോട്ടോ എടുക്കാനുള്ള സെറ്റപ്പ് ആണ് തിരിഞ്ഞില്ല. ഇതൊരു നല്ലൊരു ഫ്രെയിം പോലെ ഉണ്ട് സംഭവം. 2019 ആരോ ഖത്തറിനെന്തോ ഡെഡിക്കേറ്റ് ചെയ്തിട്ട് ഉണ്ടാക്കി. അങ്ങനെയാണ് സംഭവം. ഒരു വേറൊരു വെറൈറ്റി സാധനം. ഇവിടെ ഫസ്റ്റത്തെ ചെറിയൊരു ഗേറ്റ് കഴിഞ്ഞ് നമ്മളിങ്ങനെ ഇങ്ങോട്ടേക്ക് കയറുകയാണ്. നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. ഇവിടെ ഇതൊന്നും ഇല്ലേ, എൻട്രി ഒന്നും ഇല്ലേ, പരിപാടി ഒന്നും ഇല്ലേ. ഏതിലൂടെയാണ് ഇതിൻ്റെ എൻട്രി വരുന്നതെന്ന് മനസ്സിലാക്കില്ല. ആണോ? ഇതാണ് നമ്മുടെ സെറ്റപ്പ്. ഇത് വെള്ളിയാഴ്ച ആയതുകൊണ്ടായിരിക്കും നല്ല തിരക്കുണ്ട് അത്യാവശ്യം. നമ്മൾ ചോറ് നിന്ന് നേരെ ഇങ്ങോട്ട് പോകാം. ഫെറിലുണ്ട് എൻ്റെ 6-ാം ബീൻ്റെ വീട്. ഇതാണ് നമ്മളെ മത്ഹഫ് അൽ വത്തനി, നാഷണൽ മ്യൂസിയം ഓഫ് ഖത്തർ. ഓക്കെ, സാധനം സെറ്റാട്ടോ. ഫെറിൽ ഹായ്. ഉള്ളിൽ കയറി വെക്കാം. പിന്നെ പുറത്ത് തന്നെ അത്യാവശ്യം കാണാനുണ്ട്. ശരിക്കും ഈ ബിൽഡിങ് നാഷണൽ മ്യൂസിയം കുറേ മുമ്പേ ഉള്ളത് തന്നെയാണ്. 2019 ശേഷമാണ് ഇവിടെ ഇതിൻ്റെ പുറത്തുള്ള ഈ ഒരു സെറ്റപ്പ് ചെയ്തത്. അത് ഷെയ്ഖ് അബ്ദുള്ള ബിൻ ജാസിം അത്താനി എന്ന് പറഞ്ഞ ആള് പിന്നെ എന്താണ് റിനോവേറ്റ് ചെയ്തതാണ്. ഒന്നുകൂടി ഒന്ന് ആകർഷകമാക്കിയിട്ട് സെറ്റപ്പ് ആക്കിയതാണ്. അത് ഇവിടുന്ന് സെക്യൂരിറ്റി പാസ് കഴിഞ്ഞ് ഇവിടുന്ന് ടിക്കറ്റ് എടുത്തു പോവാണ്. എസ്കലേറ്റർ ഉണ്ട്. ഇതാണ് പാസ്. ID ഉള്ളവർക്ക് ഫ്രീ ആണ്. പിന്നെ ID ഇല്ലാത്തവർക്ക് 50 റുപ്യ എടുക്കണം. സ്റ്റുഡൻസ് ആണെങ്കിൽ 25 റുപ്യാണ്. നോൺ ഖത്തർ സ്റ്റുഡൻ്റ് ആണെങ്കിലും സെയിം പൈസ തന്നെയാണെന്ന് തോന്നുന്നുണ്ട്. അതൊന്ന് അന്വേഷിച്ചിട്ട് വരിക. നമ്മൾ എസ്കലേറ്ററിൽ പോവാണ്. ഇതാണ് മെയിൻ ലോബിയിലേക്ക് പോകുന്നത്. ഓക്കെ, കൺസർവേറ്റർ ലെറ്റർ എന്താണാവോ. പഴയ കുറെ മാപ്പൊക്കെ കാണുന്നുണ്ട്. വലിയൊന്നുമില്ല. ഇത് ഇവിടുത്തെ ഒരു സിഗ്നേച്ചർ സാധനമാണ്. ഇത് ഈ സാധനം
ഈ ഒരു മേത്തല്ല എന്താണ് ഈ ഒരു കളറുള്ള സാധനം അല്ലേ. ഖത്തറിൽ എവിടെ പോയാലും ഈ ഒരു കളർ നിങ്ങൾക്ക് കാണാൻ പറ്റും. മജ്‌ലിസ് എത്ര പിന്നെ എന്താ പറയുക ലക്ഷറി ആണെങ്കിലും ഉണ്ടാവും, എത്ര പിന്നെ ചീപ്പാണെങ്കിലും ഈ സാധനം കാണാൻ പറ്റും. പിന്നെ അങ്ങനെ ഇതൊക്കെ എന്താണോ പണ്ട് ഉപയോഗിച്ച പരിപാടികളൊക്കെയാണെന്ന് തോന്നുന്നുണ്ട്. എന്താണെന്നുള്ള ഒരു കൃത്യമായ ധാരണയില്ല. എന്തായാലും ഇങ്ങനെയൊക്കെ എന്തൊക്കെയോ ഉണ്ട് ഇവിടെ. ഇതാ പണ്ട് ഉപയോഗിച്ച മട്ടി പിന്നെ ഇതൊക്കെ ഉണ്ട്. ഇത് ഒരു അരക്കുന്ന മെഷീനാണ്. നമ്മളെ നാട്ടിലൊക്കെ ഇപ്പോൾ ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. നമ്മളെ നോർത്ത് ഇന്ത്യയിലൊക്കെ പോയാൽ കാണാം ഇതിലിട്ട് ഇങ്ങനെ ആട്ടുന്നത്. അപ്പോൾ ഇത് ഒരു മ്യൂസിയത്തിൽ നമ്മൾ കാണാൻ പറ്റുമോ? കയറി വരുന്ന ഭാഗത്ത് ചെറിയ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം കണ്ട് നമ്മളിനി മെയിൻ സ്ഥലത്തോട്ടൊക്കെ പോവാണ്. മെയിൻ സ്ഥലം തോന്നുന്നുണ്ട്. പെർമനന്റ് ഗാലറീസ് എന്നൊക്കെ കണ്ടിട്ടുണ്ട് ഇവിടെ. ഇവിടെ അങ്ങനെ ഉണ്ട്. അങ്ങോട്ടേക്ക് പോയി നോക്കാം. എന്തോ ഒരു സാധനം കാണുന്നുണ്ട്. എന്താ ലഹ്മിസ റിട്ടേൺ ബൈ മൂൺലൈറ്റ്. അപ്പം എന്താ നോക്കി നോക്കാം. കുറച്ച് ക്യൂ ഉണ്ട് ഇവിടെ, പോയി നോക്കാം. ടർട്ടിൽ ഓക്കെ എന്താ ടർട്ടിലിന് എന്താ പരിപാടി എന്നാ തന്നെ മെക്കറി നോക്കാം. എന്താണുള്ളത് നോക്കാം. ഓക്കെ ഡിസ്കവർ ടേർട്ടിൽസ് ത്രൂ സ്പേസ് ആൻഡ് ടൈം. എന്താണ് ടർട്ടിലുകൾ എങ്ങനെ ഉണ്ടായെന്നുള്ളതാണ് അങ്ങനെ നമ്മൾ കാണിച്ചു തരും. ഇപ്പോൾ പണ്ടത്തെ കൊല്ലം 210 മില്യൺസ് മുമ്പുള്ള ടർട്ടിലാണെന്നാണ് പറയുന്നത്. ഇങ്ങനെയായിരുന്നു അതിൻ്റെ ലുക്ക്. ഇപ്പം ഇങ്ങനെ സാധനം കണ്ടുവരുന്നില്ല. ഇതിൻ്റെ ലുക്ക് എൻ്റെ ഫോസിലാണ് ലുക്ക് ആണിത്. ഖത്തറിലുള്ള ടേർട്ടിൽസ് ആട്ടോ ഇതൊക്കെ സ്പീഷീസ് ആണ്. എൻ്റെ CT സ്കാൻ എടുത്താൽ ഇങ്ങനെ ഉണ്ടാവും. പിന്നെ എക്സ്റേ വ്യൂ ഒക്കെ ഉണ്ട്. എക്സ്റേ എടുത്താൽ അങ്ങനെ ഉണ്ടാവും എന്നുള്ളതാണ്. ഇപ്പോൾ ഇതാണ് എക്സ്റേ എടുത്താലുള്ള വ്യൂ ആമേൻ്റെ. ഇവിടെ എന്തൊക്കെയോ സാധനം ഉണ്ട്. എന്തെല്ലാം ചോദിച്ചാൽ കുറച്ച് ഇൻട്രാക്ഷണലും എന്താ പറയുക കുറച്ച് പിന്നെ ഇൻട്രസ്റ്റിംഗ് ഒക്കെ ആയിട്ടുള്ള സാധനം ഉണ്ട്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വലിയൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നില്ല. അതുകൊണ്ട് ഞാൻ എല്ലാം സ്കിപ്പ് ചെയ്ത് പോവാണ്. ഇതൊക്കെയാണ് ഒരു സെറ്റപ്പ്. ഇത് എന്താണെന്ന് അറിയില്ല. സീൻ്റെ ഉള്ളിൽ പോയാൽ അങ്ങനെ ഉണ്ടാകുക എന്നുള്ള ഒരു സെറ്റപ്പാന്ന് തോന്നുന്നുണ്ട്. ഇതൊക്കെയാണ് കടലിൻ്റെ ഉള്ളിലൊക്കെ കാണലില്ലേ എന്തൊക്കെയോ പിന്നെ ചെടികൾ ഇതൊക്കെ അതിൻ്റെ ഒരു റീക്രിയേഷൻ ആണെന്ന് തോന്നുന്നുണ്ട്. അറിയില്ല എന്തെന്നാന്നുള്ളത്. ഇവിടുത്തെ ഇംഗ്ലീഷ് ഒന്നും നമുക്ക് തിരിയുന്നില്ല സത്യം പറഞ്ഞാല്. സോറി. അപ്പൊ ഞാൻ കടലിൻ്റെ ഉള്ളിലെത്തി ഗൈസ്. എന്തോ പ്രൊജക്ഷനാണിത്. നല്ല രസമുണ്ട്. നമ്മളൊരു കടലിൻ്റെ ഉള്ളിൽ മറ്റേ എന്തേലും പറയാ സ്കൈയിങ്ങോ ഉള്ളിൽ കൂടി മറ്റേ സാധനം ഇട്ട് പോയാൽ അങ്ങനെ ഉണ്ടാവുന്നുള്ള അതുപോലൊരു സെറ്റപ്പ്. ഓക്കെ വാ. വലിയൊരു മുഖംമൂടി ഉണ്ട് ഇവിടെ ഗൈസ്. വേറെ കൗണ്ടേഴ്സ് ആണ് കേട്ടോ. നമ്മൾ അവിടെ പോയിട്ട് ഇങ്ങനെ നമ്മൾ ടിക്കറ്റ് കാണിച്ചു കൊടുക്കുക, അതിൻ്റെ ഉള്ളിൽ കയറുക. അങ്ങനെയാണ് ഇവിടുത്തെ സെറ്റപ്പ്. ഓക്കെ ഇതാണ് നമ്മളെ എൻട്രി. എന്താണ് നോക്കി നോക്കുക. ഇവിടെ കുറച്ചുകൂടി എന്തൊക്കെ ഉണ്ട്. ഇവിടെ നമ്മളെ സാധാ മ്യൂസിയം പോലെയല്ല. ഞാൻ അധികം മ്യൂസിയത്തിലൊന്നും പോയിട്ടില്ല. ഈജിപ്തിലുള്ള ഒരു മ്യൂസിയത്തിൽ പോയിരുന്നു. അവിടെയൊക്കെ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ വെച്ചിട്ടേ ഉള്ളൂ. ഇവിടെ നമ്മൾ വെച്ച സാധനങ്ങൾ തന്നെ കുറച്ചുകൂടി എന്താ പറയാ ഇച്ചിരി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള രീതിയിലാണ് വെച്ചത് അല്ലേ. കണ്ടില്ലേ, കൂടുതലും സീ ബേസ്ഡ് ആയിട്ടുള്ള സാധനങ്ങളാണ് തോന്നുന്നു ഇവിടെ ഉള്ളത്. കടലുപരമായി എന്താ പറയാ ഇതൊന്നും ഇംഗ്ലീഷ് ഒന്നും അറിയില്ല. എന്തായാലും ഇങ്ങനെയൊക്കെ കുറെ സാധനമൊക്കെ ഉണ്ട് ഇവിടെ. ഇതൊരു മുതലയാണ്. എന്താ സാധനം എന്താണുള്ളത് എന്നാന്ന് നമ്മൾ കണ്ടുപിടിച്ചിരിക്കുകയാണ് ഗൈസ്. ഇതെന്താന്ന് വെച്ചാല് കടൽ പശുവിന്റെ ഒരു സ്കെൽട്ടൺ ആണ്. ഓക്കെ ഈ കാണുന്നത്. പിന്നെ അതുമായി ബന്ധപ്പെട്ട കുറെ പരിപാടികളാണ്. അതിന്റെ അടുത്ത് എന്തൊക്കെയാണ് ഉണ്ടാകുക, പിന്നെ അതിന്റെ ഒരു ആവാസ വ്യവസ്ഥയൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെയാണ് ഇവിടെ പറയുന്നത്. ഇവിടെ ഇടയ്ക്കെല്ലാം ഇങ്ങനെ വെള്ളത്തിലൊക്കെ അവരൊരു സാധനം ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോ ഈ ഖത്തറിന്റെ കടലുകളിൽ ഏറ്റവും കൂടുതൽ പോപ്പുലേഷൻ ഉള്ള ജീവിയാണെന്നൊക്കെയാണ് പറയുന്നത് ഇവിടെ എഴുതി വെച്ചത്. അപ്പോൾ നിങ്ങൾ മൊത്തത്തിൽ ഇതിന്റെ ഒരു ഇത് നോക്കി നോക്ക്. ഇതിന്റെ ഒരു എന്താ പറയാ അറ്റ്മോസ്ഫിയർ. നമ്മൾ ഏതോ ഒരു ലോകത്തെത്തിയതിനോട്ടുണ്ടാവും.
ഇതെന്താ ഉൽക്കയാണ് ഗൈസ്? പക്ഷെ ഉൽക്ക കടലിന് കിട്ടിയതായിരിക്കും. എന്തായാലും ഉൽക്കകളാണ് ഇതെന്നാണ് പറയുന്നത്. അപ്പൊ ആദ്യമായിട്ട് ഉൽക്ക കണ്ടു. ഖത്തിയ മെറ്ററൈറ്റ് ഈസ് ദ ഫസ്റ്റ് മെറ്ററൈറ്റ് ഫ്രം ഖത്തർ. ഖത്തറിന് ആദ്യമായിട്ട് കിട്ടിയ ഉൽക്കകൾപ്പെട്ട ഒരു ഉൽക്കയാണിത്. നമ്മള് വേറെ ഏതോ ഒരു ലോകത്തേക്കാണ് ഗൈസ് പോകുന്നത്. നമ്മള് പെട്ടെന്ന് തന്നെ നമ്മള് കാട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. ഏതാല്ലേ ആ ഒരു ഡെമോൺസ്ട്രേഷൻ പൊളിയാ. ഫസ്റ്റ് തന്നെ ഒരു ഒട്ടകപ്പക്ഷിയുണ്ട്, ഒരു പൂച്ചയുണ്ട്. പൂച്ചയാന്ന് തോന്നുന്നു, കാട്ടുപൂച്ചയാണെന്ന് അറിയില്ല. ഇപ്പോൾ കാട്ടിലെത്തിയിരിക്കുകയാണ്. എന്താ പറയുക, ഒരു മ്യൂസിയം ഒക്കെ സെറ്റ് ചെയ്യുന്നത് എങ്ങനെ സെറ്റ് ചെയ്യണം? നമ്മൾ ശരിക്കും ആ ഒരു സ്ഥലത്തെത്തിയ ഒരു ഫീലിംഗ് ആയി, പ്രതീതിയായി. അതാണ് അതിൻ്റെ ഒരു ഭംഗി. ഇവിടെ നമുക്ക് അത്യാവശ്യം സ്പീഷീസിനെ കൂടെ കാണാം. നോക്കിയൊക്കെ എന്ത് രസമല്ലേ കാണാൻ, നല്ല രസമുണ്ട് ശരിക്കും. നമുക്ക് കാട്ടിൽ പോയിട്ട് മൃഗങ്ങളെ കാണുന്നതിൻ്റെ ഒട്ടുണ്ട്. നല്ല റിയലിസ്റ്റിക് ആയിട്ട് തന്നെ ഇവിടെ അവർ ചെയ്തു വെച്ചിട്ടുണ്ട്. അതാണ് അതിൻ്റെ ഒരു ഭംഗി. ഏകദേശം എല്ലാ സ്പീഷീസും ഉണ്ട് തോന്നുന്നു കാട്ടിലുള്ള. കുരങ്ങുണ്ട്, കങ്കാരുണ്ട്, പൂച്ചുണ്ട്, എല്ലാം ഉണ്ട് ഗൈസ്. അതെ, ഇങ്ങനെ വന്നിട്ട് എലിയുണ്ട്, ഒന്നിനെ ഒഴിവാക്കിക്കില്ല കേട്ടോ. നല്ല ക്യൂട്ട് സാധനങ്ങൾ കേട്ടോ, കാണുന്ന നല്ല രസമുണ്ട്. ഫസ്റ്റ് തന്നെ ഒരു മീനുണ്ട് കേട്ടോ. നിങ്ങൾ മീനിന്റെ ലോകത്തേക്കാണ് പോകുന്നത്. അങ്ങോട്ടാണ് മീൻ. നമ്മളിവിടെ ഇങ്ങനെ കടൽ കുതിരകളുണ്ട്, ഇങ്ങനെ മീന്, എല്ലാവിധ മീനുകളുടെയും സെറ്റപ്പുകളുണ്ട്. അതൊക്കെ വളരെ വൃത്തിയായിട്ട് ചെയ്ത് കിട്ടുമല്ലേ, അതാണ് എൻ്റെ ഒരു പ്രത്യേകത. നമ്മള് വേറെ ഏത് മ്യൂസിയത്തിൽ കാണുന്നതിനെക്കാട്ടും വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു പുറത്തത്തെ വ്യൂ ഉണ്ട് കേട്ടോ. ഇതിങ്ങനെ പോയാൽ നമുക്ക് മുകളിൽ കുറെ പക്ഷികളെ കാണാം. എന്താണ്, എല്ലാ ജീവികളുണ്ട് ഇവിടെ. ഫസ്റ്റ് നമുക്ക് ഇങ്ങനെ പക്ഷികളെ കാണാൻ പറ്റും. പിന്നെ അതിന്റെ മുകളിലോട്ട് പോയാൽ വന്യജീവികൾ, വന്യമൃഗാദികൾ. അപ്പുറത്ത് കണ്ട സാധനം തന്നെയാണ് ഏകദേശം ഇതിലുള്ള. ഞാൻ ഇങ്ങോട്ടേക്ക് വരുമ്പോഴാണ് ഓന്ത്, തവള, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഏകദേശം ഒരേ സ്പീഷീസ് ആണെന്ന് തോന്നിയിട്ടുള്ളൂ. എനിക്ക് അറിയില്ല. ഉടുമ്പല്ലത്, വേറെന്തോ സാധനം. ഇതുണ്ടോ, ഇത് കടലിൻ്റെ ഉള്ളിലുള്ള എന്തോ സാധനം തോന്നുന്നത്. എല്ലാം ഡീറ്റെയിൽ ആയിട്ട് നമുക്കിവിടെ കാണാം. പാമ്പുണ്ട്, ഇതെല്ലാം കടൽ പാമ്പാന്ന് തോന്നുന്നത്. ഇത് മറ്റേ തെരണ്ടി, അങ്ങനെ മീൻ വർഗ്ഗങ്ങളൊക്കെ ഉണ്ട്. അയിലുണ്ടാവും ചിലപ്പോ കേട്ടോ. അവിടെ അയിലുണ്ടാവുമല്ലോ, അയിലില്ലടാ, അയിലനെ കാണില്ല ഗൈസ്. മുകളിൽ വരെ ഉണ്ട്, എത്തൂല, കയ്യെത്തൂല, അത്രയുണ്ട്. എന്തായാലും ഇവിടെ വന്ന് കണ്ടാൽ ഇതൊരു കാണ്ടിയ സാധനങ്ങൾ തന്നെയാണ്. ഇതൊക്കെ കടലിൻ്റെ ഉള്ളിലുള്ള സാധനം തോന്നുന്നു, ഇല്ലേ? ഇങ്ങനെ കടലിനുള്ളിലുള്ള എല്ലാ കാടുകളും ഉണ്ട്. ഇങ്ങനെ ഒരു ഏരിയ ഉണ്ട്. ഇവിടെ വീഡിയോ അലോഡ് അല്ലാന്നാണെങ്കിൽ അതുകൊണ്ട് നമുക്ക് വീഡിയോ എടുക്കാം. ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു സെറ്റപ്പ് വരുന്നത്. ആർക്കിയോളജിക്കൽ പരിപാടികളാണ് കൂടുതൽ. ലാൻഡുകളൊക്കെ എങ്ങനെയാണെന്നുള്ള ഇതൊക്കെയാണ്. നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോവാം. നമ്മൾ നേരത്തെ കണ്ട മാസ്ക്, അതാ നേരത്തെ കണ്ട മാസ്ക്. ഇങ്ങനെ എനിക്ക് പണ്ടത്തെ പെണ്ണുങ്ങളുടെ നിക്കാബാന്ന് തോന്നുന്നുണ്ട്. ഈ ഒരു വീഡിയോ കണ്ടിട്ട് അങ്ങനെയാണ് തോന്നുന്നത്. പണ്ട് കാലത്ത് നമ്മളെ സെയിലേഴ്സൊക്കെ ഉപയോഗിച്ച സാധനമാണ്, തുഴയാനും അങ്ങനെയുള്ള ആവശ്യങ്ങൾക്കെല്ലാം. കണ്ടോ, ഫുള്ള് പ്രൊജക്ടർ വെച്ചിട്ടാണ് പരിപാടി. ഇതിലിങ്ങനെ പ്രൊജക്ടറിൽ എഴുതി കാണിക്കും. ഓരോരോ ഏരിയകളാണ്, ഭൂമിശാസ്ത്രപരമായിട്ടുള്ള ഏരിയകളൊക്കെ. ഇങ്ങനെ അതിൻ്റെ പ്രത്യേകതകളും പണ്ടെങ്ങനെയാണ് ഓരോരോ ഗ്രാമങ്ങളുണ്ടായത്. എന്താ പാലായനം ചെയ്യുന്ന ഉണ്ടോ, ഇന്നിങ്ങനെ പാലായനം ചെയ്യുന്നതിൻ്റെ
ഒക്കെ പ്രൊജക്ടർ വെച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. നല്ല വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഒരു സ്പെസിഫിക് ഏരിയ ആണ്, അല്ലെങ്കിൽ ഒരു വലിയൊരു കമ്മ്യൂണിറ്റി എങ്ങനെ ഉണ്ടായി എന്നുള്ളതിൻ്റെ ഒരു ഏരിയ ഇതാണെന്ന് തോന്നുന്നുണ്ട് ഇവിടെ വിശദീകരിക്കുന്നത്. മൂവ്മെന്റ് ഇൻ ഖത്തർ, അതെ, എങ്ങനെയാണ് ഡെവലപ്മെന്റ് ഉണ്ടായത് ഓരോന്നിൻ്റെയും. ഇതൊക്കെ പണ്ടത്തെ ഒട്ടകത്തിൻ്റെ മുകളിലൊക്കെ ഉപയോഗിച്ച സാധനങ്ങളാണ്. ഓരോ മോഡലാണ്. നമ്മൾ വെള്ളം കൊണ്ടുവരും. നമ്മൾ നബീൻ്റെ കഥയൊക്കെ പറയുമ്പോൾ കാണലുണ്ട്. നമ്മൾ ഓരോരോ പാത്രത്തിനൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ തോല് പാത്രം അതാന്ന് തോന്നുന്നുണ്ട് ഇത്. ഇതിൻ്റെ ചെറിയൊരു സാധനം ഇതാ. അങ്ങനെ കുറേ സാധനങ്ങളുണ്ട് ഇവിടെ. ഇതൊക്കെ ഒട്ടകത്തിൻ്റെ മുകളിൽ കുറച്ച് പൈസക്കാരൊക്കെ ഉപയോഗിക്കുന്ന സാധനം തോന്നുന്നുണ്ട്. അതെല്ലാം കണ്ടിട്ട് അങ്ങനെ തോന്നുന്നുണ്ട്. എന്തായാലും ഓരോന്നും ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. സാധനങ്ങളൊക്കെ എന്താണ് പാലായനൊക്കെ ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്ന എന്താ പറയുക പാത്രങ്ങൾ, ഫുഡുകളും അങ്ങനെയുള്ള സാധനമൊക്കെ എടുക്കാൻ. ഇതിൻ്റെ ചിത്രാവിഷ്കരണം ഇവിടെ ഉണ്ട് കേട്ടോ. ഒരു ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. എന്താ ഇതിൻ്റെ പാത്രങ്ങൾ കാര്യങ്ങളൊക്കെ. അടുത്ത ഏരിയയിലേക്ക് പോകാം. നമ്മളെ കൂടെ കുറച്ച് വലിയ ടീമുണ്ട് കേട്ടോ. അപ്പോൾ അവർക്കിങ്ങനെ കാണിച്ചു കൊടുക്കാനൊരു ഗൈഡ് പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഓരോട് ഇങ്ങനെ പോവാണ്. നമുക്ക് എന്തെങ്കിലുമൊക്കെ മനസ്സിലാവുമല്ലോ. ഇതാണ് അടുത്ത ഏരിയ. എന്താന്ന് നോക്കാം. നിങ്ങളിപ്പോൾ ഒരു സൗണ്ട് കേൾക്കുന്നുണ്ടോ? ഇതിൻ്റെ സൗണ്ട് ആട്ടോ. ഞാൻ അവിടെ ഇങ്ങനെ നിൽക്കുമ്പോ ബേക്ക് എന്തോ പൊട്ടി പോലെ തോന്നി. നോക്കുമ്പോൾ ആ ഓള അതിൻ്റെ ആ കമ്പ് പൊടിച്ചതാ. മനുഷ്യൻ ഞെട്ടിപ്പോയി. അതാ പണ്ട് എങ്ങനെയായിരുന്നു ഓരോരുത്തർ ജീവിച്ചതെന്നുള്ള സംഭവങ്ങളൊക്കെയാണ്. ഒരു ടെൻറ്റ് പോലെ കെട്ടിയിട്ടൊക്കെ ആയിരുന്നു. ഞാൻ പറഞ്ഞ ആ ഒരു സിഗ്നേച്ചർ ഡിസൈനാണിത്. അതാണ് ഇവിടെയും കാണാൻ പറ്റുക. ഓക്കെ, എന്താ ഫുഡ് ഉണ്ടാക്കുന്ന രീതിയും എല്ലാം ഇവിടെ ചിത്രാവിഷ്കരണം വരെ ഉണ്ട്. അതിൻ്റെ ടെൻറ്റുകളും അതിൻ്റെ ഒരു മോഡലൊക്കെയാണ് കേട്ടോ ഇത്. വസ്ത്രങ്ങൾ പണ്ടത്തെ പെണ്ണുങ്ങളുടെ ആണുങ്ങളുടെ ഉണ്ട്. ഇത് പെണ്ണുങ്ങളുടെ വസ്ത്രമാണ്. ഇതൊക്കെ ആണുങ്ങളുടെ വസ്ത്രമാണ്. ഇത് കുറച്ച് റിച്ച് ആയിട്ടുള്ള ടീമിൻ്റെ വസ്ത്രം അതുകൊണ്ട് ഇതൊക്കെ കണ്ടിട്ട് ഇതൊക്കെ നമുക്ക് കുറച്ചുകൂടി ഒരു ഇപ്പോഴത്തെ കാലത്ത് കാണാൻ പറ്റുന്ന രീതിയിലുള്ള സാധനമാണ് ഇത്. ഇതാ ഇത് പെണ്ണുങ്ങൾ തന്നെയാണ് തോന്നുന്നത്. ഇവരൊക്കെ പണ്ട് കാലത്ത് അല്ലെങ്കിൽ ഒട്ടകത്തിൻ്റെ മുകളിൽ യാത്ര ചെയ്യുമ്പോൾ സാധനങ്ങളൊക്കെ കൊണ്ടുപോകാൻ വേണ്ടി, ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ച സാധനങ്ങളാണ്. ബാഗ് പോലെയും എന്താ പറയുക, നമ്മളെ പേഴ്സണൽ ബിലോങ്ങിങ്സ് ഒക്കെ ഉണ്ടാവുമല്ലോ, അത് ഒട്ടകത്തിൻ്റെ മുകളിൽ കെട്ടിയിട്ട്, ഇതിൻ്റെ ഉള്ളിൽ സ്പെഷ്യലി ഒട്ടകത്തിൻ്റെ മുകളിൽ കെട്ടിയിട്ടാണ് കൊണ്ടുപോകുക. പിന്നെ സദു എന്നാണ് പറയുക. ഇതൊരു ട്രഡീഷണൽ രീതിയാണ്. അതായത് ഇങ്ങനെയുള്ള നൂലുകളിൽ നിന്നാണ് ഇത് പുറത്തെടുക്കുന്നത്. സദു എന്നാണ് ഇതിന്റെ പേര് അറബിയിൽ പറയുക. അപ്പൊ കാണാൻ ഭയങ്കര കളർഫുൾ ആണ്. അപ്പൊ ഭയങ്കര യൂസ്ഫുൾ ആണ്. ഇന്നും നമുക്ക് ഖത്തറിൽ വന്നാൽ കാണാൻ പറ്റും. ഞാൻ കുറെ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇന്ന് ഒട്ടകത്തിന്റെ മുകളിൽ യൂസ് ചെയ്യുന്നില്ല എന്നേ ഉള്ളൂ. ഒട്ടകത്തിന്റെ മുകളിൽ യൂസ് ചെയ്യുന്നതെന്ന് അറിയില്ല. എന്നാലും ഇപ്പം വാഹനങ്ങളാണല്ലോ കൂടുതൽ. അതിന്റെ ഡിസ്പ്ലേ ഇവിടെയുണ്ട്. പിക്ചർ അല്ലല്ലോ, പിക്ചറാ? അതിന്റെ പിക്ചേഴ്സ് ആണ് കേട്ടോ. ഞാൻ കണ്ടപ്പോൾ അത് ഒറിജിനൽ ആണെന്ന് വിചാരിച്ചു. ഇങ്ങനെ കുറെ ഉണ്ട്. ഇതൊക്കെ ആ ഡിസൈൻ, അതിന്റെ ഡിസൈനുകളിൽ പെട്ടതാണ്. കുറെ ഉണ്ട്, അങ്ങോളുണ്ട്. ഓക്കെ, ഇനി പുറത്തേക്ക് ഇറങ്ങാണ്. പുറത്തേക്കല്ല, അടുത്ത ഏരിയയിലേക്ക് പോവാണ്. കുറച്ച് സ്റ്റെപ്സ് ഉണ്ട് ഇവിടെ ഇറങ്ങാൻ. അല്ലോ പോയി, ഇപ്പം വീണേനെ. ഇതൊക്കെ പറയുന്നുണ്ട്. പണ്ടെങ്ങനെയാണ് ഒരു ഡ്രസ്സൊക്കെ ഉണ്ടാക്കിയെന്നുള്ളതാണ്. തുന്നല്, പിന്നെ എന്താണ് സ്റ്റിച്ചിങ്, ടൈലറിങ്, അങ്ങനെ പരിപാടിയൊക്കെ ഉണ്ട്. ഇതാ അതിൻ്റെ ഒരു വീഡിയോ പരിപാടിയാണ് ഇവിടെ കൂടുതലും കാണുന്നത്. ഓക്കെ, ഇതിൻ്റെ അടിയിലൊക്കെ എന്തൊക്കെയോ ഉണ്ട് കേട്ടോ. എന്താണാവോ, ഇത് പെടുത്തില്ല. എന്തൊക്കെയോ ഇവിടെ കാണിക്കുന്നുണ്ട്. പാത്രങ്ങളൊക്കെ പണ്ടത്തെ പണ്ട്. പിന്നെ ഇവിടെ രത്നങ്ങളൊക്കെ സൂക്ഷിച്ച ഒരു സാധനമാണ്. അതായത് മെർച്ചൻസ് ഉപയോഗിക്കുന്നതാണ്. ഈ മുത്തുകളും കല്ലുകളൊക്കെ വിൽക്കാൻ വേണ്ടി വരുന്ന ആളുകൾ ഇതിലിട്ടിട്ടാണ് കൊണ്ടുവരാന്ന് പറയുന്നത്. ഏതൊരാളെ പേരുണ്ട്, എന്തോ അബ്ദുൽ അസീസ് എന്നെ പറഞ്ഞു. അൽ ജുബാറ എന്ന സ്ഥലത്ത് ജീവിച്ച ഒരു മെർച്ചൻ്റാണ്. പാകിസ്ഥാൻ അന്നേ ഉണ്ടെന്നാണ് മനസ്സിലാകുന്ന ഗൈസ്. ഉണ്ടല്ലേ, പണ്ടത്തെ ഇതുവരെ ഇങ്ങനെയാണ്. കുറേ ഉണ്ട് ഇവിടെ.
ഇങ്ങനത്തെ കുറേ പാത്രങ്ങളുണ്ട്. ഇതെല്ലാം എന്തെല്ലാം അറിയേണ്ടി വരും ഇവിടെ വന്നിട്ട് കാണാം. കാരണം ഇത് മൊത്തം എടുത്താൽ ഒരു ദിവസം 2 ദിവസം മതിയായില്ല വീഡിയോന്. ഇതൊക്കെ ഗ്ലാസ് മില്ലിൻ്റെ മോളാട്ടോ, ട്രാൻസ്പെറൻ്റ്. അപ്പുറം ഇപ്പുറമൊക്കെ പണ്ട് ഉപയോഗിച്ച ഓരോരോ ആയുധങ്ങൾ കേട്ടോ. മൗണ്ട്, വിക്കാസ് ഉണ്ട്, പടന്നുണ്ട്, എല്ലാം ഉണ്ട് ഇവിടെ. ലൈറ്റ് കുറച്ച് കുറവുണ്ട്. ഇതിനെ പ്രൊജക്റ്റ് ചെയ്യുന്നതുകൊണ്ട് ഇവിടെ പുറത്ത് ലൈറ്റ് ഇല്ല. അപ്പോൾ തിരിയൊന്ന് വിചാരിക്കുന്നു. മറ്റേ തോക്ക് പോലത്തെ മറ്റേ വാളൊക്കെ ഉണ്ട് അല്ലേ. ഇതൊക്കെ അവിടെ പണ്ട് കച്ചവടം ചെയ്ത സംഭവങ്ങളാട്ടോ. ഫുള്ള് മെർച്ചൻസ് ആണ്. ഓക്കെ, കുറേ സാധനം ഉണ്ട്. വലിയ നമ്മളെ നാട്ടിൽ ഇപ്പോൾ ബിരിയാണി വെക്കുന്ന ചെമ്പൊക്കെ ഇപ്പോൾ ഇവിടെ മ്യൂസിയത്തിലുള്ളത്. ഓക്കെ, നമ്മൾ പണ്ടത്തെ ഉരലുണ്ടോ ഇവിടെ? ഉരല് വിലക്ക് എല്ലാം ഉണ്ട് ഇവിടെ. എനിക്ക് മാവുണ്ടാക്കാൻ പരമാവധി നമ്മൾ കാണിക്കുന്നുണ്ട് പറ്റുന്നൊക്കെ. ചൂല്, ഇതൊരു കാണിച്ച സാധനമാണ്. നമ്മളെ നാട്ടില് ഞാൻ ഇതുവരെ കണ്ടില്ല. ഞാൻ ഇവിടുന്ന് ആദ്യമായിട്ട് കാണുന്നത്. ചൂല് പിന്നെ ഉണ്ട്, പക്ഷെങ്കിൽ ഈ ഒരു സാധനം ഇങ്ങനത്തെ ഒരു സെറ്റപ്പിൽ നമ്മളാരും ഉണ്ടാക്കലില്ലാന്ന് തോന്നുന്നു. ഇതാണ് ഇവര് പണ്ട് ഉപയോഗിച്ചത്. ട്രഡീഷണൽ ആർക്കിടെക്ചർ ഇൻ ഖത്തർ ടുഡേ. ഇന്ന് നമുക്ക് ഖത്തറിൽ ഇപ്പോൾ കാണാൻ പറ്റുന്ന ആർക്കിടെക്ചറൽ ഡിസൈൻസ് ആണ് കേട്ടോ ഇതൊക്കെ. ആദ്യം കാണലുണ്ട്, പലയിടത്തിലും കാണലുണ്ട്. ഓക്കെ, അതിലൂടെ ഇങ്ങനെ ഫെയറിൽ നടന്നു പോകുന്നുണ്ട്. ഇത് ഈ കാണുന്നത് നമ്മൾ സൂഖ് വാക്കിഫിൽ പോയിട്ടുണ്ടെങ്കിൽ ഫനാർ പള്ളിയാണ് സൂഖ് വാക്കിഫിലെ മെയിൻ സാധനം. അതിൻ്റെ ഇപ്പുറത്ത് തന്നെ വേറൊരു പള്ളിയും കൂടി ഉണ്ട്. ഇതാ എത്ര 1 2 3 4 1 2 3 4 5 6 7 8 9 10 11. അപ്പോൾ 44 മറ്റേ എന്താ പറയുക, കുബ്ബകളുള്ള ഒരു പള്ളിയാണ്. നല്ല രസം അതിൻ്റെ ഉള്ളിൽ പോയാൽ. മിനാരല്ല, മിനാരം വലിയ സാധനം. ഓക്കെ, 44 കുബ്ബകളുണ്ട് ഇതിൻ്റെ ഉള്ളിൽ. നമ്മൾ പോയാൽ നല്ല രസം. ഞാൻ സത്യം പറഞ്ഞാൽ ഇന്നായിരുന്നു നിസ്കരിച്ചിട്ടാണ് വരുന്നത് സൂഖ് വാക്കിഫിന്. കാരണം ഗോൾഡ് ലൈനിലാണ് ഈ മ്യൂസിയം വരുന്നത്. അപ്പോൾ ഞാൻ അവിടെ നിസ്കരിച്ച് നേരെ അവിടെ നിന്ന് കയറാൻ വിചാരിച്ച്. അപ്പോൾ നല്ല രസമാണ് അതിൻ്റെ ഉള്ളിൽ. പറ്റുമെങ്കിൽ എല്ലാവരും ഒന്ന് പോയി കാണുക. ആ സാധനത്തിൻ്റെ ഒരു എന്താ പറയുക, അതിൻ്റെ ഒരു 3D പ്രിൻ്റ് എന്നൊക്കെ പറയുകയാണെങ്കിൽ 3D രൂപത്തിൽ ഇവിടെ ഉണ്ടാക്കി വെച്ചതാണ്. നല്ല രസമുണ്ട് കാണാൻ. ഇവിടെ അങ്ങനെ കുറേ പള്ളികളുണ്ട്. ഖത്തറിലെ കുറേ പള്ളികളും കുറേ ബിൽഡിങ്സിൻ്റെ ഒക്കെ കുറേ 3D മോഡൽസ് ഇവിടെ ഉണ്ട്. അപ്പോൾ എന്തായാലും നല്ല രസമാണ് അതിൻ്റെ ഉള്ളിൽ പോയാൽ. കുറേ ഫുള്ള് ഫില്ലേഴ്സാണ്. ഇതിൻ്റെ ഒക്കെ ഓരോന്നിൻ്റെ അടിയിൽ പില്ലേഴ്സ് ഉണ്ട്. നിഞ്ഞെടുത്തു, എനിക്ക് വിട്ടുതന്ന് കൈയാണ് ഇത്. ഇതിൻ്റെ ഷേപ്പ് നോക്കി നോക്കി എടുത്ത് ഒരു മറ്റേ ഇതിൻ്റെ ഷേപ്പ് ഉണ്ട് കേട്ടോ. ഇത് ഫസ്റ്റ് ഇവിടുന്ന് നോക്കി, ഇവിടുന്ന് ഇങ്ങനെ വന്ന് ഇങ്ങനെ ഒരു മറ്റേ ഇതിൻ്റെ ഷേപ്പ് ഉണ്ട്. എന്താ അതിനെ പറയുക, ഈ സാധനമല്ലേ, ബോട്ടിൻ്റെ ഷേപ്പ് ഉണ്ട്. പണ്ടത്തെ അറിവുകൾ നമ്മളെ നാട്ടിലെ മുക്കന്മാരൊക്കെ ഇവിടെ ഉണ്ട്. ഇതൊക്കെയാണ് അതിൻ്റെ മോഡൽസ്, 3D മോഡൽസ്. ഇവിടെയുണ്ട് സാധനം. നമുക്ക് അടുത്ത ഏരിയയിലേക്ക് പോവാം. കല്യാൺ ജ്വൽസ് ചെല്ലസിൽ ആടി സെയിൽസ് തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് പോയേക്കാം. ഇപ്പൊ എടുത്താൽ ഡബിൾ കിട്ടുന്ന എന്തിനാ പറയല്, ഇരട്ടി വാങ്ങാം. നമുക്ക് ഫസ്റ്റ് സ്വർണ്ണത്തിൽ തന്നെ തുടങ്ങാം. വാവ്, വാട്ട് എ ബ്യൂട്ടി. പക്ഷെ ഇതൊക്കെ ഇട്ടെടുക്കുക ആരാണാവോ, അത്രയും വലിയ സാധനങ്ങളാ. പണ്ടുള്ളത് സമ്മതിക്കാനല്ലേ, പൈസക്കാർക്കാണ് ബുദ്ധിമുട്ട് കൂടുതലെന്ന് തോന്നുന്നു പണ്ട്. ഇത് പിന്നെ ചൂടത്ത് എങ്ങനെയാണെന്ന് ഇട്ടെടുക്കാനുള്ള നമുക്ക് അറിയില്ല. എന്തായാലും ഇത് നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ ഇപ്പോൾ കാണുന്ന സാധനങ്ങളാണ് ഈ സാധനം. ഇതും ഏകദേശം ഇപ്പോൾ തന്നെയാണ്, പണ്ടത്തെ എന്ന് പറയാൻ പറ്റൂല. ഇതൊക്കെ മറ്റേ ആന്റിക് കളക്ഷൻസിലൊക്കെ ആണ് ഉൾപ്പെടുത്താം. എന്തായാലും ഇതൊക്കെ ബ്രൈഡൽ കളക്ഷൻസ് ആണെന്നാണ് പറയുന്നത്. അപ്പോൾ ആണുങ്ങളെ ബ്രൈഡൽ കളക്ഷൻ ആയിരിക്കില്ലേ അത്. എന്തായാലും ഇങ്ങനെ കുറേ സാധനം ഉണ്ട്. ഇതൊക്കെ ഒന്ന് കവർ ചെയ്തോളെ. അപ്പൊ ഇത് കുറച്ചുകൂടി മറ്റേ റിച്ച് ആയി തോന്നുന്നുണ്ട്.
കണ്ടിട്ട് അങ്ങനെ തോന്നുന്നുണ്ട്. എല്ലാം വായിക്കാൻ കുറേ ടൈം എടുക്കും. അതുകൊണ്ടാണ് ഞാനിങ്ങനെ എൻ്റെ സ്വന്തയിൽ പറയുന്നത്. ഇതൊക്കെ എല്ലാം എഴുതി കൊടുത്തിട്ടുണ്ട് കേട്ടോ. മാണ്ടിയേക്ക് ഇവിടെ വന്ന് വായിച്ച് മനസ്സിലാക്കാം. ഓക്കെ, നമ്മളെ നാട്ടിലെ ചെണ്ട ഇതിപ്പോൾ കാണുന്നത് നാട്ടിൽ ഇവിടെ ഇപ്പോൾ ഉണ്ടോയെന്ന് അറിയില്ല. ഇവിടെ അതിൻ്റെ പുതിയ മോഡലുണ്ട്, മറ്റേ ബറോക്ക് എന്നായിട്ട് അതിന് പറയാം. വേറെ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട്. മറ്റേ മിസ്ത്രികളൊക്കെ ഞാൻ ഈജിപ്തിൽ പോയപ്പോൾ അവിടെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെയുള്ള വാളിൻ്റെ ഒറ എന്താണ് ഉടവാൾ എന്നോ അങ്ങനെ എന്തോ അറിയില്ല. പിന്നെ ഇത് നമ്മളെ വയലിൻ പോലത്തെ സാധനമൊക്കെ ഉണ്ട്. എന്താ ഗിത്താറാ? എൻ്റെ പേരൊന്നും എനിക്കറിയില്ല. സാധനമൊക്കെ ഉണ്ട് ഇവിടെ. റോയൽ ഫാമിലീസ് ഉപയോഗിച്ചിരുന്ന എന്താണ് കിരീടങ്ങളാണ്. കിരീടങ്ങളെന്നോ ഹെഡ് പീസസ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. എന്തായാലും വളരെ ഫോർമലായിട്ട് ഇത് യൂസ് ചെയ്യല്ലോ. ഇതായിരിക്കും ഇങ്ങനെ തലയിൽ കൊണ്ട് ചണക്കൊന്നാവില്ല. ഒബ്വിയസ്ലി നമുക്ക് അറിയാവുന്ന കാര്യമാണ്. രസമുണ്ട്, കാണാൻ രസമുണ്ട്. റെയർ പീസുകളാണ് ഫുള്ള്. ആയുധങ്ങളുടെ കലവറ ഗൈസ് കുറേ ഉണ്ട്. പല രീതിയിലുള്ള, പല വിധത്തിലും പല രീതിയിലുള്ള വാളുകളുണ്ട്. എല്ലാം അത്യാവശ്യം എക്സ്പെൻസീവ് ആണെന്ന് തോന്നുന്നുണ്ട് കണ്ടിട്ട്. ഒന്ന് അടുത്തോട്ട് ഉപയോഗിക്കാം. ഇങ്ങനെയാണ് അടുത്തുനിന്നുള്ള വ്യൂ. ഓക്കെ, വെറും വാളുകൾ മാത്രമല്ല തോക്കുകളുമുണ്ട്. ഓക്കെ, ഏകദേശം അറിയാൻ വേണ്ടി തോക്കാണ്. ഡബിൾ ബാരൽ എന്നല്ല ഇനി പറയാ. വണ്ണ് ഒറ്റ ഇതുള്ളുണ്ട്. അപ്പൊ അങ്ങനെ കുറെ ഉണ്ട്. അതിൻ്റെ വേറൊരു സെഷൻ എന്താ നമുക്കൊന്ന് ഏതോ ഒരാൾ പേഴ്സണലായിട്ട് യൂസ് ചെയ്താന്ന് തോന്നുന്നത്. അയാൾ പേരറിയില്ല, എന്തായാലും ഇയാൾ ഉപയോഗിച്ചാന്ന് തോന്നുന്നുണ്ട്. ഇതാരും അറിയും? അപ്പം പേരല്ല. എന്തായാലും ഇങ്ങനെയാണ് എൻ്റെ സെറ്റപ്പ്. അപ്പോൾ ഓയിൽ പൈപ്പ് ആദ്യമായിട്ട് ഖത്തറിൽ വന്നതിൻ്റെ ഒരു എക്സിബിഷനാണിത്. 1940 ആദ്യമായിട്ട് ഒരു ഓയിൽ കിണർ, എന്താ പറയുക, എണ്ണക്കിണർ ഖത്തറിൽ ആദ്യമായിട്ട് ഉണ്ടാക്കിയത്. അത് ദുഹാൻ എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു. അപ്പോൾ അവിടെയുള്ള പൈപ്പുകളാണിത്, ഓയിൽ പിന്നെ പുറത്തെടുക്കാൻ വേണ്ടി ഉപയോഗിച്ച. അപ്പോൾ അതിൻ്റെ ഒരു ജസ്റ്റ് ഒരു കളക്ഷൻസ്. പിന്നെ ഖത്തർ ഗവൺമെന്റ് എന്തൊരു കത്താണ് ഇത് കാണുന്നത്. എനിക്ക് തോന്നുന്നു അന്നത്തെ സാധനം ഒറിജിനൽ സാധനം തോന്നുന്നുണ്ട്. അയാളുടെ പേര് കാലിഗ്രഫിയിൽ എഴുതിയാണ്. അലി ബിൻ അഷെയ്ഖ് അലി ബിൻ അബ്ദുള്ള അത്താനി. അതാണ് നമ്മളെ ഗവൺമെന്റിന്റെ പേര്. മുപ്പറ ഫോട്ടോ കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്, ഉപയോഗിച്ച സാധനങ്ങൾ. അപ്പോൾ ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടാൻ സാധ്യതയുള്ളൊരു ഏരിയ ആണ്. നല്ല രസമുണ്ട്. ഫോണിൻ്റെ മോഡൽസ് ഇവിടെ ഉണ്ട്. ഇത് പണ്ടത്തെ ഒരു സെറ്റപ്പാണ്. പിന്നെ ഇവിടെ നമ്മളെ ഗ്രാമഫോൺസ് ഉണ്ട്. ഇത് നമ്മളെ നാട്ടിൽ ഇപ്പോൾ ഉണ്ട് സാധനം, മറ്റേ തപാൽ ഓഫീസിൽ എന്താണ് പോസ്റ്റ് കാർഡൊക്കെ ഇടുന്ന സാധനം, ലെറ്റർ ബോക്സ്. പിന്നെ അങ്ങനെ ടൈപ്പ് റൈറ്റർ, ക്ലോക്കുകൾ, പിന്നെന്താണ് വിളക്കുകൾ, പണ്ടത്തെ വിളക്ക്, ലാമ്പുകൾ, പിന്നെ ഫാനുകൾ, പിന്നെ ഇതെന്താ അടുപ്പാണോ എന്താ അറിയില്ല. ഇതൊക്കെ ഇവിടെ ഇപ്പൊ മറ്റേ മ്യൂസിയത്തിലല്ല, നമ്മുടെ നാട്ടില് ഇപ്പൊ ലേറ്റസ്റ്റ് മോഡലാണ് ഇത്. പിന്നെ സ്വിച്ചുകൾ കേട്ടോ, പണ്ടത്തെ സ്വിച്ചുകളാണ് ഈ കാണുന്നതൊക്കെ. ഇതൊക്കെ ഒറിജിനലാണ് കേട്ടോ, ഒന്നും ഡ്യൂപ്ലിക്കേറ്റ് ഒന്നുമല്ല. പിന്നെ TV-കള്, പിന്നെ റേഡിയോസ്, ഇതൊക്കെ കിട്ടാന്ന് പൊളിക്കും, സാധനം പൊളിക്കും. ഗ്രാമഫോണാണിത്. അതെന്താണോ അതിന്റെ മറ്റേ സിനിമ കാണാനൊക്കെ ഉപയോഗിച്ച സാധനമായിരിക്കും അല്ലേ. ഇതിൽ നമുക്ക് സെനിത്ത് ഇതെങ്ങനെ കാണുക, ഇതെങ്ങനെ ഇതൊക്കെ ഒരു ഇതുണ്ടല്ലോ ഇവിടെ പ്രിന്റ്. വാവ്, ഏതാല്ലേ
എനിക്ക് തോന്നുന്നത് ഓരോരോ രാജ്യവും ഓണറായിട്ട് കൊടുത്താൻ തോന്നുന്നു ഇയാൾക്ക്. അങ്ങനെ പറയാൻ സാധ്യത. ഷെയ്ഖ് ഖലീഫ ബിൻ അഹമ്മദ് അൽ താനി എന്ന ആൾക്ക് കിട്ടിയ മെഡൽസാണ്. ഇവിടെ ദോഹേൻ്റെ ഡെവലപ്മെൻ്റ് ആണ് ഇവിടെ എന്താ പറയുക ഷോക്കേസ് ചെയ്തിട്ടുള്ളത്. ലേറ്റ് 90s ടു ഏർലി 20s അതാണ് സംഭവം. ഓക്കെ, മുകളിൽ ഇങ്ങനെ ഇതൊക്കെ ഉണ്ട്, ഗ്ലാസ്സൊക്കെ. വാവ്, നമ്മളൊരു ഏതോ ഒരു മായാ ലോകത്തെത്തിയല്ലേ ഗൈസ്. ഇതൊക്കെ എന്താണെന്നൊരു പിടുത്തമില്ല. എന്തായാലും നല്ല രസമുണ്ട് കാണാനൊക്കെ, കണ്ടില്ലേ? ഇത് നമുക്ക് ക്യാമറയിൽ എത്രത്തോളം വ്യക്തമാവുന്നൊന്നും അറിയില്ല. ഒരു ഗ്ലാസ് പോലത്തെ സാധനമാണ്. ഇതേപോലെ ഇങ്ങനെ ഓരോന്നിങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, റിഫ്ലക്ഷൻ അടിക്കുന്നുണ്ട്, ഒന്നും കാണില്ല. എന്താ പറയുക, ഖത്തറിലെ തെമീമുൽ മസ്ജിദിനെ പറ്റി ഓരോരുത്തർ എഴുതിയാണ്. അത് മലയാളം കാണുമ്പോൾ സന്തോഷം. ഇതൊക്കെ ഉണ്ട്, ഇന്ത്യ ലോ ഖത്തർ, അങ്ങനെ കുറേ ഉണ്ട് ഗൈസ്. നമുക്ക് ആദ്യം തിരിഞ്ഞിട്ടില്ലായിരുന്നു, അങ്ങനെ ഓരോരുത്തർ എഴുതി വെച്ച് പോയതാണ്. എപ്പോൾ എഴുതിയത് അങ്ങനെ എഴുതിയതൊന്നും മനസ്സിലാക്കില്ല. എന്തായാലും തെമീമുൽ മസ്ജിദിനോടുള്ള സ്നേഹത്വത്തിൽ എഴുതിയതാണെന്ന് മനസ്സിലാകുന്നുണ്ട്. ഓക്കെ, മലയാളമൊക്കെ ഉണ്ട്. തോൽപ്പിക്കാനാവില്ല മക്കളെ, ദ റിയൽ ലീഡർ. ഇവിടെ ഇതാ മൈ സെക്കൻഡ് ഹോം ഹെന്ന ഷാമി. അപ്പോൾ ഗൈസ് നമ്മൾ ബറാഹയിൽ വന്നിരിക്കുകയാണ്. ശരിക്കും ബറാഹയിലല്ല വന്നത്, നമ്മളിപ്പോൾ മ്യൂസിയത്തിൻ്റെ ഉള്ളിലാണുള്ളത്. മ്യൂസിയത്തിൻ്റെ ഉള്ളിലുള്ള ബറാഹ മ്യൂസിയമാണ് ഇത്, വില്ലേജ് ബറാഹ. കറക്റ്റ് ബറാഹ പോലെ തന്നെ ഉണ്ട്. പക്ഷെ ശരിക്കും പറഞ്ഞാൽ ശരിക്കും ഇതുവരെ ബറാഹ പോയിക്കില്ല, വേറെ കാര്യം. നമ്മളെ ഇതുണ്ടല്ലോ ബിൽഡിംഗ് നമ്പറും പരിപാടിയൊക്കെ ഉണ്ട്. എന്താ എന്തുണ്ട്? നമ്മളെ ഡെസേർട്ട് റോസ്റ്റ് എന്ന് പറഞ്ഞ സാധനം ഇതാണ്. ഞാൻ ശരിക്കും ഫസ്റ്റ് കണ്ട മ്യൂസിയം പോലെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ പിന്നെ വായിച്ചപ്പോൾ മനസ്സിലായത് ഇതാണ് ഡെസേർട്ട് റോസ്റ്റ് എന്നുള്ളത്. ഓക്കെ, ഈ ഒരു സാധനത്തിൻ്റെ ഇൻസ്പയർഡ് ആയിട്ടാണ് മ്യൂസിയം ഉണ്ടാക്കിയത്. മീൻസ് മ്യൂസിയം കാണുമ്പോൾ നമുക്ക് ഇതായിട്ട് തോന്നും. ഖത്തറിൻ്റെ ഒരു പ്രതീതി. ഖത്തർ എന്ന് വെച്ചാൽ ഡെസേർട്ട് റോസാണ്. അപ്പോൾ അതേ രൂപത്തിലാണ് മ്യൂസിയം ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അതിൻ്റെ കുറച്ച് ഡെസേർട്ട് റോസാണ് ഇതാ. ഇതൊക്കെ നമുക്ക് ഇവിടെ പൈസ എടുത്താൽ കിട്ടും. എത്ര പൈസ ആവാം? ലാർജിന് 320. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞ സാധനം ഉണ്ടല്ലോ, അതിൻ്റെ ഇൻസ്പയർഡ് ഡിസൈൻ ആയിട്ടുള്ള എല്ലാ സാധനങ്ങളും ഉണ്ട് ഇവിടെ. കപ്പുണ്ട്, ട്രേ ഉണ്ട്, പിന്നെ ഇങ്ങനെ ടേബിൾ വെക്കുന്ന സാധനമുണ്ട്, അതിൻ്റെ പേര് വന്നു. അപ്പോൾ എവിടെ നോക്കിയാലും ഈ ഡിസൈനാണ് അവിടെ. നോട്ട്സ് ഉണ്ട്, പിന്നെ ബാഗുണ്ട്, പിന്നെ ഇതാ കസ്റ്റമൈസ്ഡ് സാധനമുണ്ട്, കമ്പിളിപ്പത് പേരുണ്ട്. എന്താ കോയിനോ? കേട്ടോ, ഇത് പൊളി സ്റ്റേറ്റ് ഓഫ് ഖത്തറിൻ്റെ കോയിൻ ഗൈസ്, 40 റിയാൽ. പിന്നെ അടച്ചേക്ക്. അതുപോലെ തന്നെ ഇതും ഖത്തറിൻ്റെ ഒരു സിഗ്നേച്ചർ സാധനം കേട്ടോ. ഇതെല്ലാം മെർച്ചൻസിൽ വരുന്നതാണ്. നമ്മളിത് കണ്ടപ്പോഴാണ് മനസ്സിലാകുന്നത് ഇതൊക്കെ ഒരു വാല്യൂ ഉള്ള, എന്താ പറയുക, ആ ഒരു വാല്യൂ ഉള്ള സാധനമാണെന്നല്ലേ. അങ്ങനെ കുറേ സാധനമുണ്ട് ഇവിടെ. ഓക്കെ, ഇതിൻ്റെ മുകളിൽ നോക്കി. ആ ഇതിൻ്റെ സീലിങ് എന്താ രസം. മറ്റേ എന്താ അതിൻ്റെ പേര് അറിയാം, മറന്നു. ഒരു ടൂറിസ്റ്റ് പ്ലേസ് ഉണ്ടല്ലോ, അവിടെ എത്തിയതിൻ്റെ പേര് മറന്നു. അപ്പോൾ നമ്മളിപ്പോൾ മ്യൂസിയം എല്ലാം കഴിഞ്ഞ് മ്യൂസിയം എല്ലാം വിസിറ്റ് ചെയ്ത് ഏകദേശം ഒരു തീരുമാനമാക്കി പോകുന്നതാണ്. ലാസ്റ്റ് മറ്റേ ബറാഹ വില്ലേജിൻ്റെ ഒരു ഏരിയ ഉണ്ടായിരുന്നു, അത് നമുക്ക് കവർ ചെയ്യാൻ പറ്റിയില്ല. കാരണം അപ്പുറത്തേക്ക് വൈകുന്നേരം ആയി പോയിട്ടുണ്ട്. നമ്മളൊരു 3 മണിക്കങ്ങ് കയറിയതാണ്. പിന്നെ ഇറങ്ങുമ്പോൾ ഒരു 6 6:30 ആയിട്ടുണ്ട്. അപ്പോൾ കുറേ കാണാനുണ്ട്. നമുക്ക് എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഉള്ളിൽ കയറിയാൽ നമ്മൾ ടൈം ഒന്നും തിരിയൂല. നമ്മളെ മറ്റേ ഷോപ്പിംഗ് മാളിലൊക്കെ കയറിയിട്ടുണ്ടോട്ടാ, നമ്മളിങ്ങനെ കറക്റ്റ് ഇങ്ങനെ കൊണ്ടുപോകും. നമുക്കിങ്ങനെ വൈകിട്ടൊന്നും വിഷയമൊന്നുമില്ല. സംഭവം അത്യാവശ്യം കാണുന്നുണ്ട്. പറ്റുന്നവരൊക്കെ ഖത്തറിലുള്ളവരാണെങ്കിൽ പോയി കാണുക. കാരണം ഖത്തറിലുള്ള റെസിഡൻസിന് ഫ്രീ ആണ്. അപ്പോൾ നമ്മളിപ്പോൾ മെട്രോ സ്റ്റേഷനിലാണല്ലോ, തിരിച്ചു പോവുകയാണ്. അപ്പോൾ ഓക്കെ, ബൈ.